നമസ്കാരം. എല്ലാവർക്കും മലയാളം കഥാ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് വിക്രമാദിത്യൻ വക്കീൽ എന്ന ചെറിയൊരു കഥയാണ്. കോടതിയിൽ നടക്കുന്ന ഒരു കേസിന്റെ വിചാരണയാണ് ഈ കഥയുടെ പശ്ചാത്തലം. എല്ലാവർക്കും ഇഷ്ടമായ വിക്രമാദിത്യൻ കഥയുടെ ശൈലി കടമെടുത്താണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. വിക്രമാദിത്യൻ വക്കീൽ. വിക്രമാദിത്യൻ വക്കീൽ പതിവ് പോലെ വക്കീൽ ഓഫീസിലെ ഹാങ്ങറിൽ നിന്നും കറുത്ത ഗൗൺ എടുത്ത് കുടഞ്ഞ് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന പൊടിയും മാറാലയും കൊട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ ഗൗണും തൊഴിലിട്ട് ഒരു സിസേഴ്സും കത്തിച്ച് പുകവിട്ടുകൊണ്ട് റോഡരികിലൂടെ മജിസ്ട്രേറ്റ് കോടതി ലക്ഷ്യമാക്കി നടന്നു. വിക്രമാദിത്യൻ വക്കീലിന്റെ നടപ്പിന്റെ താളത്തിനൊപ്പിച്ച് ഇളകിയാടുന്ന ഗൗൺ തോളിൽ തലകീഴായി കിടന്നുകൊണ്ട് കഴിഞ്ഞ നാളിൽ കോടതി മുറിയിൽ നടന്ന ഒരു കേസ് വിചാരണയെക്കുറിച്ച് വിക്രമാദിത്യൻ വക്കീലിനോട് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് വിചാരണയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. വനത്തിൽ കയറി കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന് അതിന്റെ ഇറച്ചിയെടുത്ത് ഉണക്കി സൂക്ഷിച്ചു എന്നതായിരുന്നു കേസ്. തുണ്ടി മുതലായി കുറച്ച് ഉണക്കിറച്ചിയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വളരെ കാലമായി കോടതിയുടെ മുൻപിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കേസായിരുന്നത്. മാത്തുക്കുട്ടി വക്കീലിന്റെ സീനിയർ വക്കീലായ കുട്ടപ്പായി വക്കീലിന്റെ വക്കാലത്തിലുള്ള കേസ്. സംഭവ ദിവസം മേൽപ്പടി കേസ് കോടതി മുൻപാകെ വിളിച്ചപ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നത് കുട്ടപ്പായി വക്കീലിന്റെ ജൂനിയറായ മാത്തുക്കുട്ടി വക്കീലായിരുന്നു. മാത്തുക്കുട്ടി വക്കീൽ വക്കീലായി നാളിച്ചിരി ആയെങ്കിലും അതുവരെ കേസ് നടത്താൻ കാര്യമായ അവസരമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. വലിയ കേസുകളെല്ലാം സീനിയർ വക്കീൽ തന്നെ നടത്തും. ചെറിയ ചെറിയ കേസുകളാകട്ടെ ഓഫീസിലെ അല്പം സീനിയർമാരായ ജൂനിയർ വക്കീലന്മാരും നടത്തും. മാത്തുക്കുട്ടി വക്കീൽ എല്ലാത്തിനും മൂകസാക്ഷിയായി എന്നും കോടതിയിലെ പിൻബെഞ്ചിൽ തന്നെ ഇരിക്കും. കാട്ടിൽ കയറി വേട്ടയാടിയ സംഭവങ്ങൾ പോലുള്ള കേസുകളിൽ സാക്ഷികളെല്ലാം തന്നെ വളരെ തഴക്കവും പഴക്കവുമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരെല്ലാവരും കോടതികളിൽ സാക്ഷി പറയുന്നതിൽ ബഹുകേമന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ സീനിയർ വക്കീലന്മാരാണ് സാധാരണയായി നടത്താറുള്ളത്. കേസ് വിളിച്ചു. മാത്തുക്കുട്ടി വക്കീൽ എഴുന്നേറ്റ് നിന്ന് പ്രതികൾ ഹാജരുണ്ട് എന്ന് കോടതിയിൽ ബോധിപ്പിച്ചു. കോടതി ശിപായി സാക്ഷികളുടെ പേര് വിളിച്ചു. സാക്ഷിയായി കൊമ്പമ്മീശക്കാരൻ ഹൈദ്രോസ് ഫോറസ്റ്റർ മുൻപോട്ട് കയറി വന്നു. കോടതി പറഞ്ഞു, കേസ് കുറച്ചു കഴിഞ്ഞ് സാക്ഷി വിചാരണയ്ക്കായി വിളിക്കും. അപ്പോൾ ഭവ്യാദരവോടെ മാത്തുക്കുട്ടി വക്കീൽ കോടതിയോട് ഉണർത്തിച്ചു, യുവർ ഓണർ, സീനിയർ വക്കീൽ സ്ഥലത്തില്ല. വിചാരണ വേറെ ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇത് പഴയ കേസാണ് വക്കീലെ, അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ വിചാരണ നടത്തണം. കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിക്കും, കോടതി തറപ്പിച്ചു തന്നെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കേസ് വീണ്ടും വിളിച്ചു. മാത്തുക്കുട്ടി വക്കീൽ ചുറ്റും നോക്കി. സീനിയർ വക്കീലിനെയോ ഗുമസ്തനെയോ അവിടെ എങ്ങും കണ്ടില്ല. എന്താ ഇപ്പം ചെയ്യുക? ഒരു നിശ്ചയവുമില്ല. ഒരിക്കൽ കൂടി സീനിയർ ഇല്ല, കേസ് മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കി. കോടതി പറഞ്ഞു, മിസ്റ്റർ മാത്തുക്കുട്ടി, കാലം കുറച്ചായാലോ താങ്കൾ കോടതിയിൽ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒരു കേസ് നടത്തൂ. വേണമെങ്കിൽ അടുത്ത കേസ് കഴിഞ്ഞിട്ട് വിളിക്കാം. കേസ് അല്പസമയത്തേക്ക് വീണ്ടും മാറ്റിവെച്ചു. കുറച്ചു കഴിഞ്ഞ് കേസ് വീണ്ടും വിളിച്ചു. ഇതുവരെ സീനിയർ വന്നില്ല. സഹായത്തിന് ഗുമസ്തനെയോ മറ്റ് ജൂനിയർമാരെയോ കണ്ടില്ല. കൊമ്പൻ മീശക്കാരൻ ഫോറസ്റ്റർ സാക്ഷിക്കൂട്ടിൽ കയറി. പബ്ലിക് പ്രോസിക്യൂട്ടർ സാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം കാണാപ്പാടം പഠിച്ച പോലെ കൊമ്പൻ മീശക്കാരൻ മറുപടികളും പറഞ്ഞു. ഇനി മാത്തുക്കുട്ടി വക്കീലിന്റെ ഊഴമാണ്. ഫോറസ്റ്റർ മീശ വിരിച്ചു. ചോര നിറമുള്ള ഉണ്ടക്കണ്ണുരുട്ടി നീയൊക്കെ എന്നോട് എന്നാ ചോദിക്കാനാ എന്ന അർത്ഥത്തിൽ മാത്തുക്കുട്ടി വക്കീലിനെ തുറച്ചു നോക്കി. കോടതി മുറിയിലുള്ള എല്ലാ കണ്ണുകളും അപ്പോൾ മാത്തുക്കുട്ടിയിലേക്ക് നീണ്ടു നിന്നു. മാത്തുക്കുട്ടി വക്കീൽ കേസ് ഫയൽ വെറുതെ തുറന്നു പിടിച്ചു. നെറ്റിയിലൂടെ വിയർപ്പ് ധാരധാരയായി ഒഴുകി. ശരീരം സന്നി ബാധിച്ച മാതിരി ചുട്ടുപൊള്ളുകയും പൂക്കുല പോലെ വിറയ്ക്കുകയും ചെയ്തു. വായിലെ ഉമിനീർ പറ്റി നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചു. വക്കീലെ, ക്രോസ് വിസ്താരം ചെയ്യൂ, സമയം കളയാതെ, കോടതി പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ ചോദിക്കട എന്ന മുഖഭാവത്തിൽ കൊമ്പൻ മീശക്കാരൻ മാത്തുക്കുട്ടിയെ തുറിച്ചു നോക്കി വെല്ലുവിളിച്ചു. മാത്തുക്കുട്ടി നിന്ന നിൽപ്പിൽ ഒരു കൂടി മെഴുകുതിരി അന്തോണീസ് പുണ്യാളന്റെ കുരിശുപള്ളിക്ക് നേർന്നു. നേർന്നു കഴിഞ്ഞപ്പോൾ ഇനി പുണ്യാളന് തിരികളുടെ എണ്ണം പോരാതെ വല്ല അനിഷ്ടവും തോന്നിയെങ്കിലോ എന്ന് കരുതി 3 കൂടാക്കി എണ്ണം ഉയർത്തി. കൊമ്പൻ മീശക്കാരനെ നോക്കിയാൽ തന്റെ ധൈര്യം ചോർന്നു പോകുമെന്ന് തോന്നിയ മാത്തുക്കുട്ടി വക്കീൽ കേസ് കെട്ടിലേക്ക് തന്നെ വെറുതെ കണ്ണു നട്ടുകൊണ്ട് ഒരൊറ്റ ചോദ്യം. കാട്ടിൽ
എത്ര കാട്ടുപോത്തുകളുണ്ട് എന്നതിന് നിങ്ങളുടെ പക്കൽ കണക്കുകൾ വല്ലതുമുണ്ടോ? ചോദ്യം കേട്ട കോടതി ഒന്നടങ്കം നിശബ്ദമായി. അടുത്തിരുന്ന റപ്പായി വക്കീൽ മാത്തുക്കുട്ടിയോട് പറഞ്ഞു, ഡാ മാത്തുക്കുട്ടി, നിന്റെ ചോദ്യം കലക്കിട്ടോ, ഇതുപോലെ തന്നെ അങ്ങോട്ട് പോരട്ടെ. റപ്പായി വക്കീലിന്റെ വാക്ക് കേട്ടപ്പോൾ മാത്തുക്കുട്ടിക്കും ഒരല്പം ആശ്വാസമായി. മാത്തുക്കുട്ടി കൊമ്പൻ മീശക്കാരൻ ഹൈദ്രോസ് ഫോറസ്റ്ററുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. വലിയ മീശയിൽ തടവിക്കൊണ്ട് ഹൈദ്രോസ് ഫോറസ്റ്റർ ഗമയിൽ പറഞ്ഞു, ഉണ്ട്, കൃത്യമായ കണക്ക് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതും പറഞ്ഞ് ഇനി എന്താണ് അറിയേണ്ടത് എന്ന ഭാവത്തോടെ മാത്തുക്കുട്ടിയെ നോക്കി. മാത്തുക്കുട്ടി അടുത്തതായി ചോദിച്ചു, ഈ കേസിൽ കൊല്ലപ്പെട്ട പോത്തിന്റെ ജഡം കിട്ടിയിട്ടില്ല, ഇറച്ചി മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ, ശരിയല്ലേ? അതെ, അത് മഹസറി പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്തുക്കുട്ടിയെ പരിഹസിക്കുന്ന മട്ടിൽ ഹൈദ്രോസ് മറുപടി പറഞ്ഞു. ഈ സംഭവത്തിന് മുമ്പ് കാട്ടിൽ എത്ര പോത്തുകൾ ഉണ്ടായിരുന്നു? സംഭവത്തിന് ശേഷം എത്ര പോത്തുകൾ ബാക്കിയുണ്ട്? മാത്തുക്കുട്ടി വക്കീലിന്റെ ഈ ചോദ്യത്തിൽ ഹൈദ്രോസ് ഒന്ന് പരിങ്ങി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അതിന് ബന്ധപ്പെട്ട രേഖകൾ നോക്കണം. ആ രേഖ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ? മാത്തുക്കുട്ടി വക്കീൽ ചോദിച്ചു. ഇല്ല. മാത്തുക്കുട്ടി വക്കീൽ ആവേശത്തോടെ കോടതിയെ നോക്കി പറഞ്ഞു, യുവർ ഓണർ, കേസിൽ വേട്ടയാടി കൊന്നു എന്ന് പറയപ്പെടുന്ന കാട്ടുപോത്തിന്റെ ജഡം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് മുൻപും ശേഷവും കാട്ടിൽ എത്ര കാട്ടുപോത്തുകൾ ഉണ്ടെന്ന കണക്കില്ലാത്ത സ്ഥിതിക്ക് പ്രതികൾ പോത്തിനെ വേട്ടയാടി എന്നതിന്റെ ആധികാരികത എന്താണുള്ളത്? മാത്തുക്കുട്ടിയുടെ പോയിന്റ് കോടതി നോട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചോദിക്കുക? മാത്തുക്കുട്ടിക്ക് ഒന്നും തന്നെ മനസ്സിലേക്ക് വന്നില്ല. ഫോറസ്റ്റർ ചോരക്കണ്ണുമായി മാത്തുക്കുട്ടിയെ ഭീകരമായി നോക്കി നിൽക്കുന്നു. മാത്തുക്കുട്ടിയുടെ അടുത്ത ചോദ്യം കേൾക്കാൻ കോടതിയും ബാക്കി എല്ലാവരും കാത്തു നിൽക്കുന്നു. കോടതി പറഞ്ഞു, വക്കീലെ, സമയം കളയാതെ വേഗം ചോദിക്ക്, വേറെ കേസുകൾ വിചാരണയ്ക്കുള്ളതാണെന്ന്. അപ്പോഴാണ് അപ്പന്റെ ചില കൂട്ടുകാർ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഉണക്ക പോത്തിറച്ചി അരകലിൽ വച്ച് ചതച്ചപ്പോൾ അണപ്പല്ലിന് കേടുള്ള അമ്മച്ചി പറഞ്ഞ വാക്കുകൾ മാത്തുക്കുട്ടിയുടെ ഓർമ്മയിൽ വന്നത്. അമ്മച്ചി എന്ന് പറഞ്ഞു, ഇത് വായിലിട്ട് ചവച്ച ഒരുമാതിരി ചകിരി പോലെ ഇരിക്കുന്നു, വല്ല നാട്ടിറച്ചിയും മാറുന്നെങ്കിൽ ബാക്കിയുള്ളവന്ന് വെച്ചാൽ തിന്നാർന്നു. മാത്തുക്കുട്ടി ഹൈദ്രോസിനോട് ചോദിച്ചു, നാടൻ പോത്തിന്റെ ഉണക്കിറച്ചിയും കാട്ടുപോത്തിന്റെ ഉണക്കിറച്ചിയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? കണ്ടാൽ അറിയില്ല, പക്ഷെ തിന്നു നോക്കുമ്പോൾ അറിയാം. കാട്ടുപോത്തിന്റെ ഇറച്ചിക്ക് നാര് കൂടുതലാണ്, ഹൈദ്രോസ് എടുത്ത വായിക്ക് മറുപടി പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ നിങ്ങൾ കാട്ടുപോത്തിന്റെ ഇറച്ചി തിന്നു നോക്കിയിട്ടുണ്ടോ? മാത്തുക്കുട്ടി ചോദിച്ചു. മാത്തുക്കുട്ടി വക്കീലിന്റെ ചോദ്യം കേട്ട ഹൈദ്രോസ് ഫോറസ്റ്റർ അവിടെ നിന്ന് വിയർത്തു. മേലോട്ട് പിരിച്ചു വെച്ചിരുന്ന മീശ പതിയെ താഴോട്ട് തടവിക്കൊണ്ട് ചിന്താമഗ്നനായി. തുണ്ടിയായി പിടിച്ച ഇറച്ചിയുടെ ഒരു ഭാഗം ചുട്ടുചതച്ച് ഭാര്യ ബീവാത്തു തനിക്കും കൂട്ടുകാർക്കും ഓൾഡ് മങ്കർ എമ്മിന്റെ കൂടെ ടച്ചിങ്സ് ആയി തന്ന സംഭവം ഹൈദ്രോസിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. പക്ഷേ അതിവിടെ പറഞ്ഞാൽ തന്റെ പണി പോകുമെന്ന് ഉറപ്പാണ്. ഹൈദ്രോസിന്റെ മൗനം കണ്ട മാത്തുക്കുട്ടിക്ക് ആവേശം മൂത്തു. നിങ്ങൾ കോടതിയുടെ സമയം കളയാതെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഞാൻ തിന്നിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹൈദ്രോസ് പറഞ്ഞു. അപ്പോൾ ഈ കേസിലെ തൊണ്ടി മുതലായ ഉണക്കിറച്ചി കാട്ടുപോത്തിന്റെ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് നേരിട്ടറിവില്ല. ഗത്യന്തരമില്ലാതെ കൊമ്പൻ മീശ താഴേക്ക് തടവിക്കൊണ്ട് ഹൈദ്രോസ് പറഞ്ഞു, ഇല്ല, പക്ഷേ കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. കഥ ഇത്രയും കേട്ടപ്പോൾ ആകാംക്ഷ അടക്കാൻ ആവാതെ വിക്രമാദിത്യൻ വക്കീൽ തോളിൽ കിടന്ന് കഥ പറയുന്ന ഗൗണിനോട് ചോദിച്ചു, പിന്നീട് എന്താണ് സംഭവിച്ചത്? ഗൗൺ കഥ പറച്ചിൽ തുടർന്നു. ആത്മവിശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മാത്തുക്കുട്ടി വക്കീൽ കോടതിയുടെ നേരെ നോക്കി പറഞ്ഞു, യുവർ ഓണർ, പ്രതികൾ പറഞ്ഞു എന്ന് സാക്ഷി പറയുന്നതല്ലാതെ തൊണ്ടി മുതൽ കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് യാതൊരു തെളിവുമില്ല. ചോദ്യം അവസാനിപ്പിച്ച് തന്റെ ഗൗൺ ഒന്ന് വിടർത്തി കോടതിയെ കുനിഞ്ഞു വന്ദിച്ചുകൊണ്ട് മാത്തുക്കുട്ടി കസേരയിൽ ചെന്നിരുന്നു. കോടതി മാത്തുക്കുട്ടിയെ അതിശയത്തോടെ നോക്കി. എന്നിട്ട് കേസ് ഫയലുകൾ കൂലങ്കഷമായി പരിശോധിച്ചു. അതിനുശേഷം പ്രതികൾക്കെതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞ് കേസ് വെറുതെ വിട്ടതായി കോടതി വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ മാത്തുക്കുട്ടി വക്കീലിന് സന്തോഷമായി കാണുമല്ലോ? വിക്രമാദിത്യൻ വക്കീൽ ചോദിച്ചു. അതിനുത്തരമായി ഗൗൺ അന്നേ ദിവസം നടന്ന മറ്റൊരു കഥ കൂടി പറഞ്ഞു. തന്റെ കന്നിക്കേസ് നടത്തലിൽ വിജയാശ്രീലാളിതനായി പുറത്തു വന്ന മാത്തുക്കുട്ടി വക്കീൽ കേസിലെ പ്രതികളെ അവിടെ തിരഞ്ഞു നോക്കിയെങ്കിലും അവരെ ആരെയും അവിടെ കണ്ടില്ല. കണ്ടതോ കേസ് വിചാരണ എടുക്കാതെ വയ്യ എന്ന വിവരം അറിഞ്ഞെത്തിയ സീനിയർ വക്കീലിനെയും ഗുമസ്തനെയുമാണ്. മാത്തുക്കുട്ടി വക്കീൽ
കേസ് വെറുതെ വിട്ട കാര്യം സീനിയർ വക്കീലിനോട് അഭിമാനത്തോടെ പറഞ്ഞു. സീനിയർ വക്കീൽ ഗുമസ്തന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ കോടതിയുടെ പടിക്കെട്ടുകൾ ഇറങ്ങി തിരിച്ചു നടന്നു. കാര്യം മനസ്സിലായ ഗുമസ്തൻ മാത്തുക്കുട്ടിയോട് ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ വക്കീലെ കാണിച്ചത്? സീനിയർ കാറിന്റെ ഈ മാസത്തെ CC അടയ്ക്കാൻ കണക്കാക്കി വെച്ചിരുന്ന പൈസയാണ് നിങ്ങൾ തുലച്ചു കളഞ്ഞത്. കേസ് 2-3 അവധികൾ കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവന്മാര് പറഞ്ഞ ഫീസ് മുഴുവൻ കൊണ്ടുവന്ന് തന്നേനെ. ദേ ഇപ്പോൾ കേസ് വിട്ടതറിഞ്ഞ് കക്ഷികൾ സ്ഥലം വിട്ടു. ഇനി 10 പൈസ അവന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടില്ല. കഥ അവിടെയും തീർന്നില്ല. തിരികെ ഓഫീസിലെത്തിയ മാത്തുക്കുട്ടിയെ കാത്ത് ഓഫീസിന്റെ പുറത്ത് വരാന്തയിൽ മാത്തുക്കുട്ടിയുടെ ഡയറിയും സ്വന്തമായ ഏതാനും പുസ്തകങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗൺ വിക്രമാദിത്യൻ വക്കീലിനോട് ചോദിച്ചു, ഈ കഥയിൽ ധർമ്മം ആരുടെ ഭാഗത്താണ്? മാത്തുക്കുട്ടി വക്കീലിന്റെ ഭാഗത്തോ അതോ സീനിയർ വക്കീലിന്റെ ഭാഗത്തോ? കഥയിൽ ചോദ്യമില്ല എന്നാണ് സാധാരണ പറയാറ്. എന്നാൽ നമ്മുടെ ഈ കഥ ഈ ചോദ്യത്തോടെ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. എല്ലാവരും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ കഥ ഷെയർ ചെയ്യുക. അന്യായ പട്ടിക വസ്തു എന്ന കഥാസമാഹാരത്തിൽ ഈ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകം വാങ്ങി വായിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ കാണിക്കുന്ന വിലാസത്തിൽ ദയവായി ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം, ജോസഫ് എബ്രഹാം.